കിരണങ്ങൾ ഒരിക്കലും അസ്തമിക്കുന്നില്ല. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് വിശ്വാസിയെ കൂടുതൽ കരുത്തുറ്റവരാക്കുന്നു എന്നതാണ് വാസ്തവം. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്, ആരാധനയാണ്, ആരാധനയുടെ മജ്ജയാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. കരയുന്ന കണ്ണുകളുമായി, പിടയുന്ന ഹൃദയവുമായി, ഉയർത്തിയ കരങ്ങളുമായി നീ അല്ലാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അത് ആരാധനയാണെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാവണം. നിരന്തരം ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം. വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടിയവരാണോ? കടം കയറി നാട്ടിൽ പോലും ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണോ? എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് പറയണേ, നിങ്ങളുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും കേൾക്കാൻ അവൻ തയ്യാറാണെന്ന് പരിശുദ്ധ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാം രോഗം കാരണം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം ശിഫയാക്കിയത്. ആ റബ്ബിലേക്കാവണം നമ്മുടെ തേട്ടം, അവനാവണം നമ്മുടെ ആദ്യത്തെ അഭയകേന്ദ്രം. ജീവിതത്തിൽ നിരന്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം, അത് പ്രാപഞ്ചിക തത്വമാണ്. എന്നാൽ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെ മൊട്ടുകൾ വിരിയൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരായുധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.